നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ശരീരത്തില് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ, അതായത് വിളർച്ചയും രക്തക്കുറവും നീക്കാൻ ആയുർവേദത്തിൽ കഴിക്കാൻ പറ്റിയ എന്ത് അരിഷ്ടങ്ങളാണ് ഉള്ളതെന്ന്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ട് ആയുർവേദത്തില് ദഹന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹീമോഗ്ലോബിനും ഒക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് അരിഷ്ടങ്ങളാണ് ദ്രാക്ഷാരിഷ്ടം, അതുപോലെ തന്നെ ലോഹാസനം. ദ്രാക്ഷാരിഷ്ടത്തിലെ പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് ഉണക്കമുന്തിരിയാണ്. അതുപോലെ തിപ്പല്ലി, കുരുമുളക്, അങ്ങനെ തുടങ്ങിയ നിരവധി ഔഷധങ്ങൾ ദ്രാക്ഷാരിഷ്ടത്തിൽ ചേർക്കാറുണ്ട്. അടുത്തത് ആയുർവേദത്തിലെ അയൺ ടോണിക് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു അരിഷ്ടമാണ് ലോഹാസനം. ലോഹാസനത്തിന്റെ പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് ശുദ്ധ ചെയ്ത ഇരുമ്പിന്റെ പൊടിയാണ്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തിപ്പില്ലി, കുരുമുളക്, ഏലക്ക, കറുവപ്പട്ട എന്നിങ്ങനെ തുടങ്ങിയ നിരവധി ഔഷധങ്ങളും ചേർക്കാറുണ്ട്. ഈ ദ്രാക്ഷാരിഷ്ടവും ലോഹാസനവും മിക്സ് ചെയ്തിട്ട് ആളിന്റെ വെയിറ്റും അതുപോലെ തന്നെ പ്രകൃതം ഏതാണെന്നൊക്കെ നോക്കിയിട്ട് 15 മില്ലി മുതൽ 30 മില്ലി വരെ കൃത്യമായി ഒരു വൈദ്യനിർദ്ദേശത്തിൽ രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശരീരത്തിലെ ദഹന പ്രശ്നങ്ങളും അതുപോലെ തന്നെ രക്തക്കുറവ്, വിളർച്ച തുടങ്ങിയവയ്ക്കൊക്കെ മാറ്റം കിട്ടുന്നതാണ്. എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായ ഒരു വൈദ്യനിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക. വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരിക്കലും ഈ അരിഷ്ടങ്ങളൊന്നും ഒരു വൈദ്യനിർദ്ദേശമില്ലാതെ ഗർഭിണികൾ കഴിക്കാൻ പാടുള്ളതല്ല. എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.